സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അശ്വത്ഥാത്മാവ് കൊല്ലപ്പെട്ടുവെന്ന് വിളിച്ചു കൂവുകയും ആന എന്ന് അടക്കി പറയുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് പേരില്ലാത്ത അഭിവാദ്യം. അവരുടെ വിലാപം അവരെ തന്നെ ഓർമ്മിപ്പിക്കാം. യുദ്ധത്തിൽ നീറുന്നത് കുഞ്ഞുങ്ങളാണ്. അവരോട് ക്രൂരതയരുത്. പക്ഷെ ഇത് പറയേണ്ടത് ആരോട്? ഗാസയിലെ ആശുപത്രിയിൽ മിസൈൽ പതിപ്പിച്ച് കൂട്ടക്കുരുതിക്ക് ഇടയാക്കിയ ഹമാസ് ഭീകരരോടോ ഹമാസിന്റെ കള്ള പ്രചാരണത്തിന് പാത്രമായ ഇസ്രായേലിനോടോ? ഹമാസിന്റെ PRO വേല ചെയ്യാൻ തത്രപ്പെടുന്ന മാധ്യമങ്ങൾക്ക് അതൊന്നും ആലോചന വിഷയമേ അല്ല. ഗാസയിലെ ആശുപത്രിക്ക് മേൽ മിസൈൽ ആക്രമണം, 500-ലേറെ പേർ മരിച്ചു എന്നത് ദുഃഖവാർത്തയേക്കാൾ ഇസ്രായേൽ വിരുദ്ധരെ സന്തോഷിപ്പിക്കുവാനുള്ള വകയായിരുന്നു കുറെ മാധ്യമങ്ങൾക്ക്. ഇസ്രായേലിൻ്റെതെന്ന് കരുതി ആശുപത്രിയുടെ അറബി പേര് കേട്ടപ്പോൾ സ്വയം ത്രില്ലടിച്ച മട്ടിലായി അവരുടെ റിപ്പോർട്ടിംഗ്. യുദ്ധകുറ്റവും മനുഷ്യത്വഹീനതയും കൊടും ക്രൂരതയുമൊക്കെ അവർ വൻ വിഷയങ്ങളാക്കി ആഘോഷിച്ചു. ഗാസയിൽ പാലസ്തീൻകാർ മരിച്ചു വീണാലും വേണ്ടില്ല, ഇസ്രയേലികൾ യുദ്ധക്കുറ്റം ചെയ്യണമെന്നും അങ്ങനെ തെമ്മാടി രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടണമെന്നും മോഹിച്ചവരുണ്ട്. അവരുടെ കുതന്ത്രം അറിഞ്ഞും അറിയാതെയും പലരും ഇസ്രയേലി വിരുദ്ധത പതിവ് വാർത്തകളാക്കുന്നു. നിരന്തരം ഗാസയിലെ കുട്ടികളുടെ ദീന ചിത്രം കാട്ടിക്കൊണ്ടിരുന്നാൽ ഹമാസിന്റെ ഭീകരത മറച്ചുപിടിച്ച് ഇസ്രയേൽ മാത്രം കുറ്റവാളി എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ചിലർ ഇപ്പോഴും കരുതുന്നു. ഗാസയിൽ ആശുപത്രി തകർത്ത മിസൈൽ ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹമാസ് ക്രൂരതയുടെ വകയാണെന്ന് തെളിഞ്ഞപ്പോൾ അവരുടെ ചെവിക്ക് മാന്യം, കണ്ണിന് മങ്ങൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അത് ഉറപ്പോടെ പ്രഖ്യാപിച്ചിട്ടും അശ്വത്ഥാത്മാവിന്റെ ചാവറിയിപ്പ് തിരുത്താൻ അവയ്ക്കു മടി. ഹമാസിന്റെ മിസൈൽ തകർത്ത അറബി പേരുള്ള ആശുപത്രി ആംഗ്ലിക്കൻ ക്രൈസ്തവ സഭയുടെ വകയാണെന്ന് അറിഞ്ഞിട്ടും ഇസ്രയേലി വിദ്വേഷത്തിന്റെ ത്രിൽ ചോർത്തുന്ന കാര്യമായതിനാൽ ഉറക്കെ പറയാൻ നാവില്ല. അവരിപ്പോഴും പാവകളെ കാണിച്ച് കുഞ്ഞുങ്ങളെ ഇസ്രയേൽ കൊല്ലുന്നേ എന്ന് വിളിച്ചു കൂവുന്ന ഹമാസിന്റെ കള്ളങ്ങളും അരക്കള്ളങ്ങളും ഏറ്റുപാടിക്കൊണ്ടേയിരിക്കുന്നു. അവരോ ഹമാസ് ഭീകരരോ എത്രയൊക്കെ പ്രചരിപ്പിച്ചാലും സത്യം മറ്റൊന്നാകില്ല. ഇസ്രയേൽ യുദ്ധത്തിലാണെന്നും യുദ്ധം മനുഷ്യദ്രോഹമാണെന്നും പറയുമ്പോഴും ഈ യുദ്ധം വരുത്തി വെച്ച ഹമാസിന്റെ പാപം അവർക്ക് ഓർമ്മ വരുന്നില്ല. ഇസ്രയേലിന് നിലനിൽക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്നത് കൊണ്ടാണ് പാലസ്തീനിയൻ ഭീകരർ, ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന്റെ കഠിന പ്രഹരത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭീകരനെ കണ്ടും തളരുന്നവരല്ല ഇസ്രായേലി ജനത. അറബ് ശത്രു രാജ്യങ്ങളുടെ വിദ്വേഷ ചക്രവ്യൂഹത്തിനു നടുവിലാണ് 1948 ആ ചെറു രാജ്യം പിറന്നു വീണതും അന്നു മുതൽ നിലനിൽക്കുന്നതും. ഇതിനർത്ഥം ഇസ്രായേൽ രാഷ്ട്രം ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ ആരോ ഒരു നാൾ കുത്തി നാട്ടിയതോ ആണെന്നല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്വതന്ത്ര അസ്തിത്വം ആ ജനത വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ലോകത്തിൽ മറ്റൊരു ജനതയും നൽകിയിട്ടില്ലാത്തത്ര വില നൽകിയും യാതനകൾ സഹിച്ചും കാത്തിരുന്നു. ഈ ചരിത്ര സത്യം അവഗണിച്ചാണ് പാലസ്തീൻ ജനതയുടെ പേര് പറഞ്ഞുള്ള ഭീകരത കാണാത്ത മട്ടിൽ ചിലർ ഉത്തേജക മരുന്ന് കഴിച്ച ഊർജത്തോടെ ഇസ്രായേലിനെ വിചാരണ ചെയ്യുന്നത്. 3000 വർഷം മുമ്പ് ദാവീദ് രാജാവ് ഉറപ്പിച്ച അവിഭക്ത ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ തുടർച്ചയാണ് യൂദയ എന്ന യഹൂദ രാഷ്ട്രം. രാജസ്ഥാനവും ദാവീദ് വില കൊടുത്തു വാങ്ങിയ ബലിയിടവുമായിരുന്ന ജെറുസലേം നിരവധി തവണ കീഴ്പ്പെടുത്തപ്പെട്ടു. രാഷ്ട്രമായും ജനതയായും നിലകൊള്ളാൻ ഇസ്രായേൽക്കാരെ പോലെ സഹിച്ചിട്ടുള്ള സമൂഹം ചരിത്രത്തിലില്ല. നിരവധി തവണ പ്രവാസം, അതിനുശേഷം വിദേശാധിപത്യം. യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഏറ്റവും കടുത്ത തകർച്ചകളിൽ ഒന്നായിരുന്നു ഗ്രീക്കാധിപത്യം. BC 2-ാം നൂറ്റാണ്ടിൽ യൂദാസ് മക്കബായന്റെ നേതൃത്വത്തിൽ പോരാട്ടം തുടങ്ങിയ മക്കബാഗികൾ
യഹൂദരാഷ്ട്രം സ്വത്വം വീണ്ടെടുത്തു. പക്ഷേ BC 63 മുതലുള്ള റോമാധിപത്യത്തിൽ അത് പിന്നെയും നഷ്ടമായി. യേശുവിന്റെ കാലത്തെ ഇസ്രയേൽ റോമിന് കീഴിലായിരുന്നുവല്ലോ. വിമോചനത്തിനായി നടന്ന യൂദ വിപ്ലവങ്ങളെ റോമാ സാമ്രാജ്യം അതിനിഷ്ഠൂരമായാണ് അടിച്ചമർത്തിയത്. ഇന്നത്തെ പാലസ്തീൻകാർ അവകാശപ്പെടുന്ന പോലുള്ള യാതനാനുഭവമല്ല യഹൂദർ റോമാ സാമ്രാജ്യത്തിനു കീഴിൽ നേരിട്ടത്. ആയിരക്കണക്കിന് യഹൂദർ കുരിശിൽ തറക്കപ്പെട്ടു. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ വിപ്ലവം, മഹാവിപ്ലവം തുടങ്ങിയത് AD 67 പെസഹ കാലത്ത് നടന്ന കലാപത്തിൽ 10 ലക്ഷത്തോളം യഹൂദരെ റോമാസേന വകവരുത്തി എന്നാണ് ചരിത്രകാരൻ ജോസഫിന്റെ കണക്ക്. 70 ദേവാലയം തകർക്കപ്പെട്ടു. 97,000 പേരെ അടിമകളായി പിടിച്ചു. റോമൻ കൊളോസിയം നിർമ്മിച്ചത് അവരിൽ 70,000 പേരെ ഉപയോഗിച്ച്. പിന്നീട് 132 നടന്ന ബാർ കോക്ബോ വിപ്ലവത്തോടെ യഹൂദരുടെ തകർച്ച പൂർണ്ണമായി. സൈനിക നടപടിയിലും പട്ടിണിയിലും രോഗത്തിലും എല്ലാമായി 6 ലക്ഷത്തോളം യഹൂദരെ മരണം വിഴുങ്ങി. 10,000 പേരെ പുറത്താക്കി. അതിക്രൂരമായി കലാപം അടിച്ചമർത്തിയ ഹാഡ്രിയാൻ ചക്രവർത്തി ഏറ്റവും ഒടുവിൽ 935 യഹൂദരെ ജെറുസലേമിൽ നിന്നും പുറത്താക്കിയത് തിരികെ പ്രവേശിച്ചാൽ വധശിക്ഷ എന്ന ഉഗ്രശാസനയോടെ. അനേകർ വിവിധ നാടുകളിലേക്ക് പലായനം ചെയ്തു. അവരുടെ യാതനകളുടെ ഏറ്റവും ഒടുവിലത്തെ നരകപർവം 18-ാം നൂറ്റാണ്ടിന് ശേഷം ഹിറ്റ്ലറുടെ നാസി ജർമ്മനി അധിനിവേശിച്ച യൂറോപ്പിൽ അവർ അനുഭവിച്ചു. 60 ലക്ഷം യഹൂദരുടെ കൂട്ടക്കുരുതി. ചരിത്രത്തെയും മാനവ മനസാക്ഷിയെയും വിറങ്ങലിപ്പിക്കുന്ന ആ കൊടും ക്രൂരതയ്ക്കുള്ള സാക്ഷ്യമാണ് ജെറുസലേമിലുള്ള യാദ് വാഷിം ഹോളോകോസ്റ്റ് മ്യൂസിയം. വർഷം 10 ലക്ഷം പേർ കണ്ടും അറിഞ്ഞും ഉള്ളുന്നറുങ്ങിയും അടങ്ങുന്ന സ്മരണാലയം. ആ കൂട്ടക്കുരുതി വെറും കഥയാണെന്ന് പറഞ്ഞ് യഹൂദരുടെ ദുരിത ചരിത്രത്തെ പരിഹസിക്കാൻ ശ്രമിച്ചവരാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദാനി നജാബിനെ പോലുള്ളവർ. ദുരിതങ്ങളേറെ പിന്നിട്ട് 1948 യഹൂദർ സ്വതന്ത്രമായി രാഷ്ട്രം നേടി. പക്ഷേ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതു മുതൽ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ അയൽ അറബ് രാജ്യങ്ങൾ നടത്തിയ ആക്രമണം നിമിത്തം പിറ്റേ വർഷം വരെ ഇസ്രയേൽ യുദ്ധത്തിലായിരുന്നു. ഇസ്രയേൽ രാഷ്ട്രത്തിനൊപ്പം പാലസ്തീൻകാർക്ക് ഭൂരിപക്ഷമുള്ള ഗാസയും പശ്ചിമതീരം അടക്കം പ്രദേശങ്ങൾ ചേർത്ത് പാലസ്തീൻ രാഷ്ട്രവും രൂപീകരിക്കുവാനുള്ള സമാധാന നിർദ്ദേശത്തെ ഒടുക്കം വരെ എതിർത്തത്, ആ സാധ്യത തകർത്തത് ഹമാസാണ്. യഹൂദ രാഷ്ട്രം അംഗീകരിക്കില്ല എന്നത് അവരുടെ ദുഷ്ടശാഠ്യമായിരുന്നു. പാലസ്തീൻകാരുടെ പ്രതിനിധി സ്ഥാനം ഹൈജാക്ക് ചെയ്ത ഹമാസ് 1993 ഇസ്രയേൽ PLO ധാരണ പ്രകാരം വിദൂര പ്രതീക്ഷ കൈവന്ന പാലസ്തീൻ രാഷ്ട്ര സാധ്യതയെ ഇപ്പോഴും അട്ടിമറിക്കുകയാണ്. ഇസ്രയേലിനെ ചോരക്കളമാക്കുന്ന ഹമാസ് ഭീകരതയ്ക്ക് പാലസ്തീനി പ്രദേശങ്ങൾ താവളമായിരിക്കുന്ന കാലത്തോളം, അഥവാ ഹമാസ് നിർവീര്യമാകുന്നതുവരെ ഇസ്രയേൽ എങ്ങനെ ഗാസയ്ക്കും പശ്ചിമതീരത്തിനും മറ്റുമേലുമുള്ള നിയന്ത്രണം കൈവിടും? ഇറാനെ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഹമാസിനെയും ഗാസയെയും ഉപയോഗിക്കാൻ സാധ്യതയുള്ളപ്പോൾ അവരെങ്ങനെ വെറുതെ ഇരിക്കും? പ്രശ്നം അത് തന്നെയാണ്. ഹമാസിനും തങ്ങളുടെ മറ്റു ശത്രുക്കൾക്കും താവളമാകുന്നത് കൊണ്ടാണ് മുൻ ധാരണകൾ ഉപേക്ഷിച്ച് ഗാസ പിടിച്ചെടുക്കുന്ന കാര്യം പോലും ഇസ്രയേലികൾ ആലോചിക്കുന്നത്. എന്നാൽ ഏത് സാഹചര്യത്തിലും അത് അനുവദനീയമല്ല എന്നതിനാൽ അമേരിക്ക തന്നെ അതിനെ എതിർത്തിട്ടുമുണ്ട്. ഇതെല്ലാം ആൽസൈമർ രോഗം കൊണ്ടെന്ന പോലെ മറന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ ഒരു നേതാവിനും മാധ്യമത്തിനും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്ര സഖ്യം ഒന്നു ചേർന്ന് ഇസ്രായേലിനെ നാളെ ഉന്മൂലനം ചെയ്യാനും പോകുന്നില്ല. പഴയ മിത്രമായിരുന്ന മാറിയ ഇറാനെ ഇസ്രായേലിനോടുള്ള വിദ്വേഷത്തിന് അതിരില്ല. ഇസ്രായേലിനെ തരിപ്പണമാക്കാൻ വേണ്ടിയാണല്ലോ അവർ അണുബോംബ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ മൊസാദ് തുടരെ കൊടുത്ത ഇരുട്ടടികൾ നിമിത്തം ആ പദ്ധതി ഏറെ വെള്ളം കുടിപ്പിച്ചത് ഇറാൻ മറന്നിരിക്കില്ല. അവരുടെ പകയുടെ വീര്യം കൂടിയിട്ടുണ്ടെങ്കിലും
ഇസ്ലാമിക രാഷ്ട്ര സഖ്യം കണ്ണുരുട്ടി ജോർദാനിലെ അമാൻ ഉച്ചകോടി റദ്ദാക്കിയെന്നും ബൈഡനെ പേടിപ്പിച്ചെന്നും പറഞ്ഞവർ ബൈഡൻ അതിനുശേഷം ഇസ്രായേലിന് നൽകിയ ഉറച്ച പിന്തുണയുടെ അർത്ഥം ഗ്രഹിക്കാതെ പോയി. പാലസ്തീൻ ജനതയ്ക്ക് സ്വന്തം രാഷ്ട്രമുണ്ടാകണം. അത് പക്ഷേ പാലസ്തീനികളുടെ രാഷ്ട്രമാകണം. ഹമാസിനെ പോലെ ഇസ്രായേലിൽ ചോരക്കളം ഒരുക്കാൻ തക്കം പാർക്കുന്നവരുടെ താവളമാകരുത്. അതിനെ ഇസ്രായേലിന്റെ വേലിക്കപ്പുറം ഇക്കൂട്ടരുടെ പാളയമടി അവസാനിപ്പിക്കണം. ഇത് എല്ലാവരുടെയും സമാധാനത്തിന് അനിവാര്യം, ലോക സമാധാനത്തിന് അനിവാര്യം. പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചത് ഹമാസ് ആണെന്നിരിക്കെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.